നമ്മുടെ നാട്ടിലിപ്പം മുഴുവൻ ചർച്ച നടക്കുന്നത് സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ചാണല്ലോ. ഇപ്പം സെക്ഷൽ ആയിട്ടുള്ള എല്ലാ ഹരാസ്മെൻറ്റും നടക്കുന്നത് സിനിമാ മേഖലയിൽ മാത്രമല്ല. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിച്ച് കൊല്ലുന്ന സാഹചര്യമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. അതായത് കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ സ്കൂളുകളിലുണ്ട്, ഹോസ്പിറ്റലുകളിലുണ്ട്, IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലുണ്ട്. എവിടെയാണ് പീഡനമില്ലാത്തത് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പം കൊച്ചു കുഞ്ഞുങ്ങളെ വരെ കബളിപ്പിച്ച് അവരെ പീഡിപ്പിക്കും, മുത്തച്ഛന്മാർ വരെ അവരെ പീഡിപ്പിക്കുന്നുണ്ട്, അവരെ പീഡിപ്പിച്ച് കൊല്ലുന്നുണ്ട്. സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ത്രീകളും, അതായത് മിക്കവരും തന്നെ പ്രായപൂർത്തിയായവരാണ്. അവർക്ക് മിനിമം കാര്യങ്ങൾ അറിയാവുന്നവർ തന്നെയാണ്. അപ്പോൾ അവരെ ആരെങ്കിലും ഒന്ന് പീഡിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ലേ? അവർക്കൊരു നോട്ടത്തിലൂടെയും അവരുടെ ഒരു സ്പർശനത്തിലൂടെ പോലും അവർക്കറിയാൻ പറ്റും. ഇത് ഇവർ വരുന്ന ഒരു രീതി എങ്ങനെയാണ്, എന്നെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാകും. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഒരു കാരണവശാലും ആര് വിളിച്ചാലും ഒറ്റയ്ക്ക് റൂമിലേക്ക് പോകാൻ പാടില്ല. അവർ വേണ്ടപ്പെട്ട ആളുമായിട്ട് മാത്രമേ ആ റൂമിൽ പോകാവൂ. കാരണം നമ്മൾ എത്ര നമുക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞാലും ഒരാണും പെണ്ണും ഒറ്റയ്ക്കൊരു റൂമിൽ നമ്മൾ വസിക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിനിപ്പം നമ്മളത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. അതിനി നമുക്ക് ആ ഒരൊറ്റ റൂമിനകത്ത് എല്ലാം ലോക്ക്ഡായി അതിനകത്ത് നമുക്ക് ആർക്കും ചെന്നൊന്നും നോക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതിനകത്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ എന്ത് സംഭവിച്ചെന്ന് പറയാനും പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പെണ്ണുങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പോകുന്നവർക്ക് ഇച്ചിരി വിവരമുള്ള ആൾക്കാരോട് തന്നെയാണല്ലോ. അപ്പോൾ അവർക്ക് തന്നെ മുൻകൂട്ടി പല പ്രിക്കോഷൻ എടുക്കുകയും ചെയ്യാം. ഞങ്ങൾക്കൊരബദ്ധം വരാതിരിക്കാൻ